ഇന്ന് നമുക്ക് ഏലാഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊരു മലബാർ സ്നാക്കാണേ. പല സ്ഥലത്തും പല പേരാണ് ഇതിന് പറയുന്നത്. മുട്ടക്കുഴലപ്പം, മയ്യത്തപ്പം, ലവ് ലെറ്റർ എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. ഇനി എങ്ങനെയാ ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് കുറച്ച് മൈദപ്പൊടി എടുക്കാം. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നത് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു ദോശമാവിന്റെ ബാറ്റർ ഒക്കെ പോലെയാണ്. ഇനി അത് നന്നായി കുഴച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഏലാഞ്ചിയുടെ ഇടയിൽ വെക്കുന്ന ഫില്ലിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോഴത്തേക്കിന് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഈ ഗീ ഒന്ന് മെൽറ്റായി ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ടും ബദാമുമാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് ഒടിച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. ഇനി അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിന് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിന് നമുക്കിതിനകത്തേക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ചിലയിടത്തൊക്കെ ഈ നട്ട്സിന്റെ കൂടെ ഏത്തയ്ക്ക അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് ഓപ്ഷണലാണ്. അത് ഇഷ്ടമുള്ളവർ മാത്രം അത് ചെയ്താൽ മതി. ഇനി ഈ നട്ട്സ് ഒക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നല്ലൊരു മണത്തിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് നമുക്ക് 3-4 ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെക്കാം. ഇത് ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് മാറ്റി വെച്ചിരുന്ന മാവെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വളരെ കനം കുറച്ചിട്ട് നമുക്ക് നല്ലതായിട്ട് ദോശ പരത്തുന്നത് പോലെ പരത്തിയിട്ട് ചുട്ടെടുക്കണം. ഇനി ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ഇതെടുക്കാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. ഇനി ഈ ചുട്ട് വെച്ചേക്കുന്ന എല്ലാ അപ്പത്തിലേക്കും നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചേക്കുന്ന തേങ്ങാ ഫില്ലിങ്സ് വെക്കണം. ദാ ഇതേപോലെ. അതായത് ഒരപ്പം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ നമുക്ക് ആവശ്യത്തിന് തേങ്ങ ആ ഫില്ലിങ്സ് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഫില്ലിങ്സ് അപ്പുറത്തുനിന്നോ ഇപ്പുറത്തെ സൈഡിൽ നിന്നോ പോകാതിരിക്കാൻ വേണ്ടി 2 സൈഡിലും കൂടെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് റോൾ ചെയ്ത് നന്നായി ചുരുട്ടിയെടുക്കാം. അതേപോലെ നമുക്കുള്ള ബാക്കി എല്ലാ അപ്പത്തിലും ഇതേപോലെ ഫില്ലിങ്സ് വെച്ച് നമുക്ക് ചുരുട്ടിയെടുക്കാം. ഇതൊരു 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.